الله وبركاته الحمد لله والصلاة والسلام على أشرف المخلوق وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനികളായ സഹോദരങ്ങളെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ, സയ്യിദുമാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകളും അവിടുത്തെ മുഅ്ജിസത്തുകളും അവിടുത്തെ അത്ഭുതങ്ങളും ഖർഖുൽ ആദത്തുകളും അതൊരു സുപ്രഭാതത്തിൽ നിലച്ചുപോയിട്ടില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വെല്ലുവിളികൾ ഉയർത്തിയ മുഴുവൻ കിരാത ശക്തികൾക്കും വ്യക്തമായ മറുപടികൾ വളരെ സുവ്യക്തമായിട്ട് എല്ലാ ഭാഗവും സ്പർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രത്യേകതകൾ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സലാം ബാഖവി ഉസ്താദ്, നമ്മുടെ റൂമിന്റെ അഭിമാനമായ പണ്ഡിത ജ്യോതിസായ ബഹുമാനപ്പെട്ടവര് വളരെ വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇവിടെ കേൾവിക്കാരന്റെയോ കേൾവിയില്ലാത്തവരുടെയോ കാഴ്ചക്കാരുടെയൊക്കെ എല്ലാ സംശയങ്ങൾക്കും പുകമകൾക്കുമൊക്കെ വളരെ വ്യക്തമായ മറുപടികൾ സമർപ്പിച്ചുകൊണ്ടുള്ള വളരെ ഗംഭീരമായ ഒരു പ്രഭാഷണമാണ് ഇത്രയും അധികം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഖവി ഉസ്താദിന്റെ വിജ്ഞാനം നമുക്ക് ഉപകാരപ്പെടുത്തുന്ന വിധത്തിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിലൂടെ ഇനിയും ഉണ്ടാക്കിത്തട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. ഈ ക്ലാസ് റൂമിലുള്ള ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. മഹാനവറുകൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ദീനിന് ഖിദ്മത്ത് ചെയ്യുവാനും കുപ്രചരണങ്ങൾക്കെല്ലാം മറുപടി പറയാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. നിങ്ങൾ കേട്ടില്ലേ അവരുടെ വെല്ലുവിളികൾ? നിങ്ങളുടെ റൂമിലുള്ള തലയെക്കെട്ടുകാരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് പറയും. ഇയാൾ ഈ പൊന്മലയുടെ സുന്നത്ത് ജമാഅത്തിന് വിമായ വാദത്തിന് കെട്ടിയുണ്ടാക്കിയ ഒരുപാട് വാചക കസർത്തും ദുർവ്യാഖ്യാനങ്ങളും ആ ദുർവ്യാഖ്യാനങ്ങൾക്കും കസർത്തുകൾക്കും നമ്മളിവിടെ വളരെ വ്യക്തമായി വളരെ ശക്തമായിട്ട് തന്നെ പ്രാമാണികമായി പ്രാബല്യത്തോടുകൂടി തന്നെ പ്രബലമായ ഗ്രന്ഥങ്ങളും ഉദ്ധരണികളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മളിവിടെ സമർപ്പിക്കുകയുണ്ടായി. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ ചോദ്യക്കാരായ ആളുകൾക്കുള്ള അവസരങ്ങൾ വരികയാണ്. ഈ വിഷയവുമായിട്ട് എന്ത് ചോദ്യവും ചോദിക്കുവാനും അവരുടെ സംശയങ്ങളെല്ലാം തന്നെ തുറന്ന മനസ്സോടുകൂടി വളരെ വ്യക്തമായി ശക്തമായിട്ട് തന്നെ തീർത്തു കൊടുക്കുവാനുമുള്ള സുന്ദരമായ ഒരു അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ കേൾവിക്കാരൻ എന്നൊക്കെ പറയുന്ന ആള് പറഞ്ഞിപ്പോ കഅബാലയത്തിനെ പിടിച്ചുകൊണ്ടുള്ള ഒരു കളി കൂടി അയാൾ തുടങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് അയാൾ തന്നെ മറുപടി പറയും. അയാൾ പറയുന്ന മറുപടി നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കില്ല. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് നിങ്ങൾ കൊണ്ടുവന്ന ഈ മുടി എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾക്ക് സമർപ്പിക്കാനുണ്ടോ എന്ന ന്യായയുക്തമായ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചുപോയ വിദ്വാൻ പറഞ്ഞ മറുപടി, ഹജറുൽ അസ്വദ്, കഅബാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഹജറുൽ അസ്വദ് തന്നെയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഇങ്ങനെയുള്ള ഖുലഫാക്കളും സഹാബത്തൊക്കെ ചുംബിച്ച അതേ ഹജറുൽ അസ്വദ് തന്നെയാണെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾക്കതിന് വല്ല തെളിവുണ്ടോ എന്ന് പാവപ്പെട്ട ചോദ്യകർത്താക്കളോട് ഒരു മറു ചോദ്യം ചോദിച്ചിട്ട് കഅബാലയത്തിന്റെ ഭിത്തിയിൽ സ്ഥാപിക്കപ്പെട്ട ഹജറുൽ അസ്വദിനെ പോലും അതിന്റെ ആധികാരികതയെപ്പോലും സംശയത്തിന്റെ നിഴലിൽ, ഏതായാലും ഇവർക്ക് നയലുണ്ട്, അതേത് നയലാണ്? സംശയത്തിന്റെ നയലാണ്. മുടിക്ക് നയലുണ്ട് എന്നുള്ളത്, റസൂലുള്ളാഹിന്റെ മുടിക്ക് നയലുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ സംശയത്തിന്റെ നയലുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സാധാരണക്കാരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ദുരാപകമായ അപകടങ്ങളും പ്രത്യാഘാതങ്ങളും വരുത്തിവെക്കുന്ന വാദങ്ങളാണ് ഇവര് ഈ വെല്ലുവിളി സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങളും ചുംബിച്ച ഹജറുൽ അസ്വദ് ആണ് ഇന്നത്തെ കഅബാലയത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധമായ ഹജറുൽ അസ്വദ് എന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ എന്നാ ചോദ്യം. എന്താണ് ഇപ്പൊ ഇതിനൊക്കെ പറയാ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ചോദിച്ച അവസാനം പറയും, അവിടെ നമ്മൾ 5 വക്തില് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കഅബാലയം, മക്കയിലെ ഭൂമിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ കഅബാലയം, അത് ആദം അലി ഇസ്ലാമും മറ്റ് പ്രവാചകന്മാരും പണിത, അള്ളാഹുവിന്റെ റസൂല് പുതുക്കിപ്പണിത, ഖുറൈശികൾ പുതുക്കിപ്പണിത ആ കഅബാലയം തന്നെയാണോ? ഇബ്രാഹിം നബി അലി ഇസ്ലാമും ഇസ്മായിൽ നബി അലി ഇസ്ലാമും പടുത്തുയർത്തിയ കഅബാലയം തന്നെയാണോ എന്നുള്ളതിന് എന്താ ഉറപ്പ് എന്ന് ഇനി അങ്ങനെയും ചോദ്യങ്ങൾ ഒരു പക്ഷേ വന്നുകൂടായില്ല. എന്തിനു വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ
തങ്ങൾ കൊണ്ടുവന്ന ഈ വ്യാജമുടി, കള്ളമുടി, അതിനെ തൗജീഹ് ചെയ്യാനും ന്യായീകരിക്കുവാനും വേണ്ടി എത്തിയിപ്പോ കഅബാലയത്തെ തന്നെ പൊളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഅബാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഹജറുൽ അസ്വദ് അത് ഹജറുൽ അസ്വദ് തന്നെയാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ പ്രമാണങ്ങളുണ്ട്. ഈ കറാമിത്വത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ് കറാമിത്വത്ത് എന്ന് പറയുന്ന വിഭാഗം. ആ വിഭാഗക്കാര് മക്കയിൽ അക്രമം നടത്തിക്കൊണ്ട്, കഅബാലയത്തിന്റെ അടുക്കൽ അക്രമം നടത്തിക്കൊണ്ട് ഹജറുൽ അസ്വദ് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അത് ചരിത്രം പറയുന്നുണ്ട്. നമ്മുടെ ഇമാമിങ്ങളൊക്കെ ആ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ 10-20 വർഷങ്ങൾ അവരുടെ കൈവശം വെച്ചതിനു ശേഷം അത് അവർ തിരികെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് എന്നും കൃത്യമായിട്ട് തന്നെ ചരിത്രം പറയുകയാണ്. വഖലഉൽ ഹജറുൽ അസ്വദ, ഹജറുൽ അസ്വദിനെ അവര് പറിച്ചെടുത്തു. ثم من بعده في وقائع كثيرة من أعظمها وقعة القرامطة بعد 300. ഹിജ്റ 300-കൾക്ക് ശേഷം സംഭവിച്ച കറാമിത്വത്തിന്റെ ആക്രമണം ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏറ്റവും വലിയ ആക്രമണമാണ്. ഫഖതലൂ മിനൽ മുസ്ലിമീന ഫിൽ മതാഫി മൻ ലാ യുഹ്സാ കസറതൻ, ധാരാളം മുസ്ലിമീങ്ങളെ മതാഫിൽ അവർ കൊലപ്പെടുത്തുകയുണ്ടായി. വഖലഉൽ ഹജറുൽ അസ്വദ, ഹജറുൽ അസ്വദിനെ അവര് പറിച്ചെടുത്തു. ഫഹവ്വലൂഹു ഇലാ ബിലാദിഹിം, അവരുടെ നാടുകളിലേക്ക് അവർ അതിനെ കൊണ്ടുപോയി. പിന്നെ പറയുന്നു മഹാനായ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയാണ്. അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന ഇമാം ബദ്റുദ്ദീനുൽ ഐനി റളിയല്ലാഹു തആല അൻഹും പറയുന്നുണ്ട്. ഇങ്ങനെ അനേകം ഇമാമിങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സുമ്മ അഅദൂഹു ബഅദ മുദ്ദത്തിൻ തവീല, 20 വർഷങ്ങൾക്ക് ശേഷം അതിനെ അവർ തിരിച്ചു കൊണ്ടുവന്നു. ഒരു ചരിത്രം, അത് ബോധ്യപ്പെട്ട, അക്കാലത്ത് അംഗീകൃതമായി അത് ബോധ്യപ്പെട്ട, വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിമീങ്ങൾ അംഗീകരിച്ച ഇമാമുകൾ രേഖപ്പെടുത്തിയ ഈ സംഭവത്തെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അവർ തിരിച്ചു കൊണ്ടുവന്നത് ഹജറുൽ അസ്വദ് ആണോ അതോ മറ്റു ഇവരെന്നെ പറഞ്ഞല്ലോ അമ്മുവിന്റെ മുടിയാണ് തിരിച്ചു കൊടുത്തത് എന്ന് അവരെന്നെ പറഞ്ഞുണ്ടാക്കിയല്ലോ എന്നതുപോലെ അത് വേറെ ഏതെങ്കിലും പിന്നെ ഷിയാക്കള് വല്ല കല്ലും പെറുക്കി കൊടുന്നുകാണ്ട് വെച്ചതും ആയിക്കൂടെ? നിങ്ങൾ നോക്കണം, ഈ ഇവരുടെ ക്ലാസ് റൂമിൽ ഇതേ വെല്ലുവിളി നടത്തിയ അതേ ദിവസം തന്നെ അവർ നടത്തുന്ന മറ്റൊരു വെല്ലുവിളിയാണിത്. നിങ്ങൾക്ക് കഴിയുമോ ഹജറുൽ അസ്വദ് അത് ഹജറുൽ അസ്വദ് തന്നെയാണ് എന്നതിന് നിങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ള വളരെ വളരെ മോശമായ ചോദ്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിന, ഹറമിനെ നിർഭയത്വമുള്ള ഒരു നാടാക്കിയിട്ടുണ്ട് എന്ന് കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു ചോദിച്ചില്ലേ? അങ്ങനെയുള്ള ഹറമിലുള്ള കഅബാലയത്തിന്റെ ഭിത്തിയിൽ, അതിന്റെ മൂലയിൽ സ്ഥാപിക്കപ്പെട്ട ശുദ്ധമായ ഹജറുൽ അസ്വദിനെ കുറിച്ച് പോലും സംശയത്തിന്റെ നിഴൽ പരത്താനുള്ള ഒരു ശ്രമം ഈ ദിവസം നമ്മളെ കേസാറിലെ തലീകെട്ടുകാരെ വെല്ലുവിളിക്കുന്നു, ചേളാരി സമസ്കാരുടെ ചെറുതു മുതൽ വലുതുവരെയുള്ള മുഴുവൻ ആളുകളെയും വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇതും പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസത്തെയും അവരുടെ ചരിത്രബോധത്തെയും അവരുടെ ഹജറുൽ അസ്വദിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, എന്തിനു വേണ്ടി തങ്ങൾ കൊണ്ടുവന്ന മുടിക്ക് തെളിവില്ലെങ്കിൽ ഹജറുൽ അസ്വദ്, അത് ഹജറുൽ അസ്വദിന് തെളിവില്ലല്ലോ, അപ്പൊ ഞങ്ങൾ മുടിക്ക് തെളിവില്ലാത്തത് കൊണ്ട് എന്തിനാ പ്രശ്നമാക്കുന്നത് എന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങൾ നോക്കണം, അള്ളാഹുവിന്റെ ഒന്നാമത്തെ ഭവനമായ വിശുദ്ധ കഅബാലയത്തെക്കുറിച്ച് പോലും ഇவ்விധം സംശയങ്ങൾ പരത്താനുള്ള ശ്രമം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമാണ്. ഇവിടെ വിശദീകരിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾക്ക് വളരെയധികം വിജ്ഞാനങ്ങൾ പകർന്നു തന്നിരിക്കുകയാണ്. വളരെ പ്രാമാണികമായിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്തിനെ സംബന്ധിച്ച്, അവിടുത്തെ ദാത്തു ഷരീഫയുടെ ഖുസൂസിയാത്തുകളെ സംബന്ധിച്ച്, അതെന്നും നിലനിൽക്കുന്ന അത് ആ പ്രത്യേകതകളെ കുറിച്ച്, അവിടുത്തെ ഖർഖുൽ ആദത്തായിട്ട് അവിടുത്തെ തഅയീദിന് വേണ്ടി അല്ലാഹു നൽകിയ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ അമാനുഷിക സംഭവത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെ കൃത്യമായ പ്രമാണങ്ങൾ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. ഇനി എന്റെ സുഹൃത്തുക്കളോട് മാന്യമായ ഭാഷയിൽ, വളരെ മാന്യമായ ഭാഷയിൽ, സൗഹാർദ്ദത്തിൽ വിജ്ഞാനം പകരുക എന്നുള്ള ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണിവിടെ നടക്കാൻ പോകുന്നത്. അതിന് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട നസൂഹ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ്, സലാം ബാഖി ഉസ്താദ്, നൂർ ഫൈസി, ഇങ്ങനെയുള്ള പണ്ഡിത നിര തന്നെ നമ്മുടെ താഴെ നമ്മുടെ ഐഡികളിൽ
പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് കൃത്യമായ മറുപടികളാണ് തരാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം, സദുദ്ദേശപരമായ ഈ പ്രവർത്തനം, ഈ വിശദീകരണം ഇത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ട് എന്നാണ് മറ്റു ചില ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻസുകളൊക്കെ നമുക്ക് പിന്നിലൂടെയും മറ്റും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ചോദ്യകർത്താക്കളെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ തുറന്ന മനസ്സോടുകൂടി സദുദ്ദേശ്യപരമായി എല്ലാ സംശയങ്ങൾക്കും, വിഷയകമായിട്ടുള്ള മുഴുവൻ സംശയങ്ങൾക്കും ഉള്ള മറുപടിയായിരിക്കും ഇവിടെ തരപ്പെടുക. അത് വളരെ കൃത്യമായിട്ട് തന്നെ നല്ല ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും രേഖപ്പെടുത്തി വെക്കുകയും അത് കുറിച്ചു വെക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓരോരുത്തരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും മാന്യമായി ചോദിക്കാനുള്ള അവസരമുണ്ട്. അതിനു മുമ്പായി ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി മൈക്കിലേക്ക് വരണം. അതിനുശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ചോദിക്കാം. ഗഫൂർ അൻവരി ഒന്ന് മൈക്കിലേക്ക് വരട്ടെ. അതിനുശേഷം പിന്നെ മൈക്ക് ഹജർ റസൂലിന്റെ ക്ലിപ്പൊക്കെ നമുക്ക് പിന്നീടാവാം. ഇപ്പൊ കുറെ ആൾക്കാർക്ക് ചോദിക്കാനുള്ള ഇതുണ്ടല്ലോ. അപ്പൊ ഗഫൂർ അൻവരി മൈക്കിലേക്ക് വരിക. അതിനുശേഷം ആൾക്കാർക്ക് ചോദിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ബഹുമാനപ്പെട്ട സുന്നീസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുണ്ട്. അപ്പൊ ഗഫൂർ അൻവരി മൈക്ക് റിലീസ് ചെയ്തതിനു ശേഷം സുന്നീസം ഒരു കാര്യം പറയും നിങ്ങളോട്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരമുണ്ട്. സുന്നീസം പ്രണതേ ഒരു കാര്യമായ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ ഇത് കളണ്ടല്ലേ, അത് സുന്നീസം എടുത്ത് പറയുമ്പോ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ അതിന്റെ മുമ്പ് ടെക്സ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഏതായാലും ശരി, ഗഫൂർ അൻവരി മൈക്കിൽ കയറട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സലാം ബാഖി ഉസ്താദിന്റെ മനോഹരമായ ഒരു ക്ലാസ് നാം കേട്ടു. ആരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താണ് നുബുവത്തിന്റെ പ്രത്യേകത? ഇതിന് എല്ലാം തന്നെ ഏതൊരാൾക്കും വളരെ കൃത്യമായി, എന്നാൽ വളരെ ആധികാരികമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ നുബുവത്തിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിന്റെ, വിശുദ്ധമായ ആ ദാത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ സിറുകളെയും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അവതരണമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിൽ നാം ഇതുവരെ കേട്ടത്. സുന്നി എന്ന് പറഞ്ഞു നടക്കുന്ന പലരും സുന്നികളുടെ വേഷമാകുന്ന തലയെക്കെട്ടും അതുപോലെയുള്ള മറ്റ് അടയാളങ്ങളും വെച്ച് നടക്കുന്ന ഒരു വിഭാഗം നവമുബ്തദിഇകൾ, അവരുടെ കള്ളത്തരത്തിന് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞു. അവസാനം വഹാബികളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ, വഹാബികളെപ്പോലും ബാക്കിലാക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുസൂസിയാത്തിനെ ചോദ്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളെ ചോദ്യം ചെയ്തു. അതും സുന്നി എന്ന പേരിൽ നടക്കുന്നവർ, വലിയ മൗലാനമാരും വലിയ മുസ്ലിയാമാരും, സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്നവരുടെ ദുർഗതി ഏതുവരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു മൗലാന പറയുന്നു മുടി കത്തിച്ചാൽ കത്തുമെന്ന്, മറ്റൊരു മൗലാന പറയുന്നു മുടി കത്തിച്ചാൽ കത്തുകയില്ല എന്ന്. ഇതൊക്കെ എന്തിനു വേണ്ടി? തങ്ങളുടെ കള്ളമുടിക്ക് സമൂഹത്തിൽ ഇടം ലഭിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ ബിസിനസ് കൊഴുപ്പിക്കുന്നതിന് വേണ്ടി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളെ ചോദ്യം, ഇത് തന്നെയാണല്ലോ ബിദ്അത്തിന്റെ അടിസ്ഥാനം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ നിരൂപിക്കുക, ചോദ്യം ചെയ്യുക, ഇതാണ് ഏതൊരു ബിദ്അത്തിന്റെയും അടിസ്ഥാനം. ലോകത്ത് വന്ന മുഴുവൻ ബിദ്അത്തിന്റെയും അടിസ്ഥാനം ഇതാ. അതിലേക്ക് തന്നെയാണ് തീർച്ചയായും ഈ വിഭാഗവും എത്തിക്കൊണ്ടിരിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ ചോദ്യം ചെയ്തു. രാവും പകലും വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് വഫാത്തിന് ശേഷം മുറിയുകയില്ല. ആ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്തിഗാസ നടത്തുന്നത് എന്ന് ഇവരുടെ ആളുകൾ തന്നെ രാവും പകലും വ്യത്യാസമില്ലാതെ മുജാഹിദുകളോട് സംവദിക്കാറുണ്ടല്ലോ. എന്നാൽ ഇവരുടെ കള്ളമുടിക്ക് സ്വീകാര്യത ലഭിക്കുന്നതിനു വേണ്ടി അവസാനം അതും അവര് പറഞ്ഞു, മുജാഹിദ് വാദം, തനി വഹാബിവാദം വഫാത്തോടുകൂടി എല്ലാ മുഅ്ജിസത്തുകളും അവസാനിക്കും. അവസാനിക്കാത്ത മുഅ്ജിസത്തുണ്ടെങ്കിൽ, നിലനിൽക്കുന്ന മുഅ്ജിസത്തുണ്ടെങ്കിൽ അത് ഖുർആൻ പ്രമാകുന്നു. അല്ല കൗമേ, നിങ്ങൾ വഹാബികളും തമ്മിൽ എന്താ മാറ്റം? ഒന്ന് തലയെക്കെട്ട് കെട്ടിയ വഹാബി, മറ്റൊന്ന് തലയെക്കെട്ട് കെട്ടാത്ത വഹാബി, ഇതല്ലാതെ എന്താ മാറ്റമുള്ളത്? അതുകൊണ്ട് അപ്പുറത്തുള്ള ആരെങ്കിലും നമ്മുടെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, ഇതെന്ത് സുരക്ഷിതമാറ്റ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും ഈ വിഷയത്തിൽ സംശയങ്ങൾ ചോദിക്കുവാനും തീർക്കുവാനുമുള്ള സുവർണാവസരമാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു ഹക്ക് മനസ്സിലാക്കാനും അതിന്റെ കൂടെ നിൽക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. സമസ്തയുടെ അറിവോടുകൂടെയാണോ മദ്രസയും ഖുർആനും കത്തിച്ചത് നിങ്ങള്? ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നീസ മൈക്ക് എടുക്കുക. അത്രയും ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞിട്ടാണ്. അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും അത്തരം ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയാൻ തൽക്കാലം ഒഴിവില്ല. ഇവിടെ ഒരു പണ്ഡിതോചിതമായ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ ഈ ഇവിടെ അവതരിപ്പിച്ച വിഷയം, ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം. അവരുടെ ആ വാദം പൂർണ്ണമായി സ്ഥിരപ്പെടുത്താനുള്ള അവസരം ഇവിടെ കൊടുക്കുകയും ചെയ്യും. ഈ പൊട്ടപ്പോറ്റം ചോദിക്കാൻ ഇപ്പൊ തൽക്കാലം സുന്നീസം ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? മൈക്ക് ഡോട്ടിട്ട് എടുക്കുന്ന അഡ്മിന്മാരെ മാനക്കത്തിനെ കിട്ടുള്ളൂ ഇപ്പൊ ഇവിടെ. പിന്നെ മൈക്കിൽ വരി വളരെ പ്രധാന വിഷയം സുന്നീസത്തിനെ അറിയിക്കാണ്ട്. പിന്നെ ഇൻഷാല്ലാഹ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ദാരിമി, അതുപോലെ തന്നെ അബ്ദുൽ ഗഫൂർ അൻവരി, MT ദാരിമി, സലാം ബാക്കവി ഉസ്താദ്, ഇവരൊക്കെ നിങ്ങൾക്ക് വളരെ മാന്യമായ രീതിയിൽ മറുപടി നൽകും എന്ന് അറിയിക്കുകയാണ്. സുന്നീസ മൈക്കിൽ വന്ന ശേഷം മറ്റുള്ള ചോദ്യകർത്താക്കൾ ചോദിക്കാം. എന്നാൽ ആദ്യം നമ്മളൊരു ഇസ്ലാഹി പറഞ്ഞാൽ സുന്നീസത്തിന് ശേഷം ഇസ്ലാഹിക്ക് നമ്മൾ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു. അദ്ദേഹം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന കരുതുകയാണ്. ഏതെങ്കിലും സുന്നീസ മൈക്ക് വരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായ വിശദമായ ഒരു അവതരണമായിരുന്നു, വിഷയകരമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാക്കവി ഉസ്താദിൽ നിന്നുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അർഹമായ പ്രതിഫലം മഹാനവറുകൾക്ക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2-3 കാര്യങ്ങളാണ് ഞാൻ ഇന്നിതുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഞാനൊന്ന് എന്റെ സാഹചര്യങ്ങൾ വെച്ച് ഒന്ന് തപ്പാൻ തീരുമാനിച്ചത്. അതിലൊരു കാര്യം, ഹംസക്കോയ ബാക്കവി മുന്നിയൂർ എന്ന് പറയുന്ന ഒരാളുടെ വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര വിശകലനം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തന്നെയാണ്. 2009 ഒക്ടോബറിൽ ഇറങ്ങിയ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ മറ്റൊരാൾ MK ഇസ്മായിൽ മുസ്ലിയാർ MA നെല്ലിക്കുത്തുമാണ് അതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യം വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അസാധാരണ സംഭവങ്ങൾ ഔലിയാക്കളിൽ നിന്ന് ജീവിതകാലത്ത് പ്രകടമായ പോലെ മരണശേഷവും പ്രകടമാവും എന്നെഴുതാൻ ആധുനിക വഹാബിയുടെ പേനയ്ക്ക് ശക്തിയില്ലാതെ പോയത് കറാമത്തിനെ, അഥവാ ജീവിതത്തിലും മരണശേഷവും നിഷേധിക്കാനുള്ള ഗൂഢശ്രമം വഹാബി പാളയത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. മനസ്സിലായിട്ട്, അസാധാരണ സംഭവങ്ങൾ ഔലിയാക്കളിൽ നിന്ന് ജീവകാലത്ത് പ്രകടമായ പോലെ
മരണശേഷവും പ്രകടമാവും എന്നെഴുതാൻ. അപ്പൊ അത് ഔലിയാക്കളുടെ ഒരു കറാമത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ പറയുന്നത്. ഔലിയാക്കളുടെ കറാമത്ത് പോലും ഔലിയാക്കളുടെ മരണശേഷവും പ്രകടമാവും എന്നെഴുതാൻ നവവഹാബികൾ തയ്യാറാവാത്തതിന്റെ പിന്നിലെ രഹസ്യം അവർ പരിപൂർണമായും കറാമത്തിനെ നിഷേധിക്കാൻ അവർ നടത്തുന്ന ഗൂഢശ്രമമാണ് എന്ന് എഴുതിയ ഒരു ഭാഗത്തിന്റെ പ്രിയമുള്ളവരെ ഞാൻ കേൾപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗം നമ്മുടെ നെല്ലിക്കുത്ത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഏറ്റവും അടുത്ത ശിഷ്യനും മുരീദുമാണ്. ആരാണ് ശിഷ്യനും മുരീദും? സുലൈമാൻ സക്കാഫി മാളിയക്കൽ. സുലൈമാൻ സക്കാഫി മാളിയക്കൽ ഒരു കാര്യം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ കേൾക്കുക. സുലൈമാൻ സക്കാഫി അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് സുന്നത്ത് ജമാഅത്ത് എന്നാണ്. 1999 നവംബറിൽ ഇറങ്ങിയ പുസ്തകമാണ്. 1999 നവംബറിൽ ഇറക്കിയ അദ്ദേഹത്തിന്റെ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിനും അവതാരികയായിട്ടുള്ളത് ബഹു പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തന്നെ. ഏതായാലും അതിലെ ഏറ്റവും വളരെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ വായിക്കുകയാണ്. 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മഹാപണ്ഡിതൻ ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു എഴുതുന്നു, അംബിയാ മുർസലുകൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരോട് സഹായാർത്ഥന നടത്തൽ അനുവദനീയമാകുന്നു. മരണശേഷവും സഹായിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. കാരണം അംബിയാക്കളുടെ മുഅ്ജിസത്തും ഔലിയാക്കളുടെ കറാമത്തും അവരുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. അംബിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നുവെന്നും അവർ നിസ്കരിക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്യുന്നുവെന്നും ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്നു. ഫത്താവ റംലി 3/382. فأجاب بأن الاستغاثة بالأنبياء والمرسلين والأولياء والعلماء والصالحين جائزة والرسل والأنبياء والأولياء والصالحين إغاثة بعد موتهم بأن معجزة الأنبياء وكرامة الأولياء لا تنقطع بموتهم എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് അതിന്റെ അറബി ഇബാറത്ത് കൊടുത്തിട്ടുണ്ട്. ഷിർക്കിന്റെയും ഇബാദത്തിന്റെയും പ്രാർത്ഥനയുടെയും യാഥാർത്ഥ്യമെന്തെന്ന് അറിയാത്തവരായിരുന്നോ 500-600 വർഷം മുമ്പ് ഗ്രന്ഥരചന നടത്തിയ ഈ പണ്ഡിതവര്യന്മാർ? തീർച്ചയായും അല്ല. പിൽക്കാല പണ്ഡിതരെക്കാൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവരായിരുന്നു അവർ. മനസ്സിലായിക്കോളിങ്ങൾ. ഇതെന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ മനസ്സിലായിക്കോളും. ഇത് നെല്ലിക്കുത്ത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പൊന്നോമന ശിഷ്യൻ അദ്ദേഹത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ ഇപ്പോ മുങ്കറിനൊക്കെ വക്കീബത്തിലേക്ക് നിർത്തിയിട്ടുണ്ടാവും 2 ആൾക്കാർ. അതൊരു കറുത്തിരുണ്ട ഒരു ഭീമാകാര രൂപത്തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പല നമ്മുടെ ഈ മാളിയക്കൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു സക്കാഫി ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ശക്തനായ ഒരു സക്കാഫി. ആ സക്കാഫിയുടെ അപ്പോ ഏതായാലും എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതിന് അദ്ദേഹം എഴുതി വെച്ച കാര്യമാണ് ഏതായാലും ഞാൻ വായിച്ചത്. ഇൻഷാ അല്ലാഹ് ഇത് കൃത്യമായി ഈ വാർത്തകളൊക്കെ ഉസ്താദുമാർ വായിക്കും. ഇത് എഴുതി വെച്ചൊരു എഴുതിയതുപോലെ വായിച്ചാണ് കൃത്യമായി ഈ വാർത്തകൾ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കും. ഇത് ഫത്താവ റംലിയിലുള്ളതാണ്. ഭാഗം 3/382 അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യമായി അത് ഉസ്താദുമാർ ഇവിടെ വിശദീകരിച്ചു തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ ഇതിന് കുറെ കാര്യങ്ങളുണ്ട്. ഇനി അതിനുശേഷം ഈ ബഹുമാനപ്പെട്ട നമ്മുടെ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഒരു വാർഡ് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമുക്ക് ചർച്ചയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഈ കൃത്യമായി എന്റെ ഇബാറത്തുകളൊക്കെ കൃത്യമായി ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും എന്നുകൂടി ഉണർത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാന്യമായ രീതിയിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ഇപ്പോ മാന്യമായ രീതിയിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. പണ്ഡിതോചിതമായ ചർച്ചകൾ നടക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും മൈക്കെടുത്തോട് ചോദിച്ചോളി.